കുറേ കുടിശ്ശികയാക്കി വെക്കുക, എന്നിട്ട് ഒരുമിച്ച് കൊടുക്കുക. അപ്പം വലിയൊരു തുകയായി അത് മാറുന്നു. അത് വീട്ടുകാർക്ക് വലിയ സന്തോഷമാകുന്നു. അങ്ങനെയാണെങ്കിൽ കുടിശ്ശിക കുറേയും കൂടിയാണ്ട് പിടിച്ചു വെച്ചിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലും വലിയ തുക ആവില്ലേ? അതെന്തൊരു ചോദ്യമാണത്. അല്ല, കുടിശ്ശിക എത്രയുണ്ട്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയാൽ കൊടുക്കുകയാണ്. ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും പിന്നെ ഉദ്ദേശശുദ്ധിയാണ് ജനങ്ങൾ പരിശോധിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 4.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലേക്ക് ഇവർ 4.5 വർഷം കഴിഞ്ഞിട്ടാണ് ആക്ട് ചെയ്യണത്. അതന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഡിക്ലെയർ ചെയ്ത തുക ഇവർക്ക് കൊടുക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. വമ്പിച്ച പ്രഖ്യാപനങ്ങളാണ്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും? 11,000 കോടി ഇടുക്കി പാക്കേജ് ഉണ്ട്. അതുമാതിരി മറ്റൊരു പാക്കേജ് 10,000 കോടിൻ്റെ വേറെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ എന്തായി? എല്ലാം ജലരേഖകളല്ലേ. 2,500 രൂപ കൊടുക്കും എന്നല്ലേ ഇരിക്കുമോ പ്രഖ്യാപനം? എന്നിട്ടെന്താ അത് 2000-ൽ ഒതുങ്ങിപ്പോയത്? അതും ഇത്ര കാലം എന്തുകൊണ്ട് കൊടുത്തില്ല? ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയി കോവിഡ് കാലത്ത് ഈ കിറ്റ് കൊടുത്തതുപോലെ എന്തെങ്കിലും 100, 200, 300 കൊടുത്താൽ ഈ ജനങ്ങളെടുത്തുനിന്ന് വോട്ട് സമാഹരിക്കാം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ പത്രങ്ങളുടെയും ശീർഷകങ്ങൾ മാറ്റിമറിക്കാം എന്ന വലിയ തന്ത്രം അതിന് പിന്നിൽ. ഇതൊന്നും അറിവില്ലാത്തതല്ല. ഈ കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരാർജിച്ച സാക്ഷരതയുണ്ട്. ആ സാക്ഷരതയുള്ള മനുഷ്യർക്ക് ഇതൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാവും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഇവിടെ ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസ് അവിടെ തലക്കെട്ട് നിൽക്കുക. ദിവസേന ആ വ്യക്തികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊണ്ടികൾ പല സ്ഥലത്തു നിന്നും കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആകെ കുടുങ്ങിയിരിക്കുകയാണ്. അതൊന്ന് മാറണം. അതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ വേറെ കേസുകളുണ്ട്. പിന്നെ PN ശ്രീ പോയി ഒപ്പിടാൻ പോയി. CPM എന്ന പാർട്ടി തെറ്റ് ചെയ്തു എന്ന് CPIയുടെ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞില്ലേ? CPM തെറ്റ് ചെയ്തു. അതെ. തിരിച്ച് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഗോവിന്ദ മാഷ് എവിടെ? ആരാളുള്ളത്? ആരുമില്ലല്ലോ. ഒരു ഘടകകക്ഷി പിന്നെ ഈ മുന്നണിയെ നയിക്കുന്ന ഒരു പാർട്ടിയെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ നിന്നും പറഞ്ഞാണ് CPMന് തെറ്റ് പറ്റി, തെറ്റ് തിരുത്തണം ഞങ്ങൾ പറഞ്ഞു. എന്താ അവിടെ സംഭവിച്ചത്? ഇവിടെ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ എന്തെല്ലാം കരണം മറിച്ചിൽ നമ്മൾ കണ്ടത്. നാട്ടിലെ നിയമം, ഭരണഘടന, കീഴ്വഴക്കങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിയിട്ടല്ലേ ഇവിടെ ഈ സംഭവം നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ, അക്കാഡമിക് രംഗങ്ങളിലുള്ളവരൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ടൊന്നും ഈ സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തെ മാറ്റാൻ കഴിയില്ല എന്നതാണ് താങ്കൾ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, അല്ലേ ഷാഫി? അല്ല, ഇവര് ഇത് ഇത്ര വലിയൊരു സംഭവമാക്കി ഇവര് ഒന്ന് ഈ ഫാസിസ്റ്റുകളെ പോലെ തന്നെ ഈ കള്ളപ്രചരണം എന്നത് ഈ ഇടതുപക്ഷത്തിന്റെ വലിയൊരു അജണ്ടയാണ്. Debate with Dr. Arun Kumar.